സെക്രട്ടേറിയറ്റ് പടിക്കലേക്കാണ് പോകേണ്ടത്. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച നിരാഹാര സമരം 2ാം ദിവസവും തുടരുകയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താനെന്ന പേരിൽ ഡൽഹിയിൽ പോയി വെറും കൈയോടെ മടങ്ങിയ സംസ്ഥാന ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധവും ആശമാരിൽ ഉയരുന്നുണ്ട്. രശ്മി ചേരുന്നു വിവരങ്ങളുമായി. രശ്മി, ഇന്നലെ ഈ നിരാഹാര സമരത്തിലേക്ക് അവർ പോകുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ചിലപ്പോൾ ആശാവഹമായത് സംഭവിച്ചേക്കാം എന്ന്. പക്ഷെ പിന്നീട് വീണ്ടും അവർ തിരിച്ചറിയുകയാണ് ഓരോ ഘട്ടത്തിലും തങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ് എന്ന്. ഇന്നിപ്പോൾ 2ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം കടക്കുമ്പോൾ അവരുടെ നിശ്ചയദാർഢ്യമേറുകയാണ്. വീണ, സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം ഇന്ന് 40ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസത്തിലേക്കും എത്തിയിരിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയിരുന്നത്. പോകുന്നതിന് മുൻപ് വീണ ജോർജ് പറഞ്ഞത് കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ്. ഇന്ന് പാർട്ടിയുടെ മുഖപത്രത്തിലൊക്കെ പറഞ്ഞത് കേന്ദ്രമന്ത്രിയുടെ കാണുന്നതിന് വേണ്ടി അനുമതി തേടി ലഭിച്ചില്ല എന്നാണ്. മന്ത്രി പറയുന്നു അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എന്നൊക്കെ. പക്ഷേ കൃത്യമായി അതിനെ മന്ത്രിയെ കാണുന്നതിനുള്ള അനുമതി തേടിയതുൾപ്പെടെ ഏറെ വൈകിയാണ് അത്തരത്തിലൊരു കത്ത് നൽകിയത് തന്നെ. ഇത്തരത്തിൽ തുടർച്ചയായി കള്ളം പറയുന്നു, ആശാവർക്കർമാർ തുടർച്ചയായി ഇത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്നു, അവർ കബളിപ്പിക്കപ്പെടുന്നു. ഏതായാലും അവരുടെ സമരം കൂടുതൽ ശക്തമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരുകയാണ്. ഇന്ന് ഈ മന്ത്രി ഡൽഹിക്ക് പോയി, പക്ഷേ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടില്ല. ഈ കത്തൊക്കെ കൊടുത്തത് ഒരുപാട് വൈകിയാണ്. നിങ്ങൾ എന്താ പറയാനുള്ളത്? പൊന്നു സാറന്മാരെ, ഞാൻ പറയാനുള്ളത്, ഇവർ ഞങ്ങൾക്ക് വേണ്ടിയല്ല പോയത്. അവരുടേതായ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോയതാണ്, അവരുടെ രഹസ്യ കാര്യങ്ങൾക്ക് പോയതാണ്. അല്ലാതെ ഈ പാവപ്പെട്ട ആശമാർ ഇന്ന് 40 ദിവസം കൊണ്ട് ഇവിടെ 2 ദിവസം ചർച്ചയ്ക്ക്, ഒരു ദിവസം 2 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ച് ഇവർ ഏതെങ്കിലും ഒന്ന് ഇവർ കാര്യത്തിലെടുക്കാത്തതാ, ഒന്നും എടുക്കാത്ത. പിറ്റേന്ന എന്തെന്നറിയാം, നമ്മളോട് ആരോടും നമ്മുടെ നേതാക്കന്മാരോട് പറഞ്ഞില്ല. നേതാക്കം എന്ന് പറഞ്ഞാൽ മിനി മേഡത്തിൻ്റെ അടുത്തും ബിന്ദു മേഡത്തിൻ്റെ അടുത്തും സദാനന്ദ സാറേ ഉള്ളൂ ഞങ്ങളുടെ നേതാവെന്ന് പറയാം, ഞങ്ങളുടെ ഈ ആശാ വർക്കേഴ്സിൻ്റെ നേതാവ്. അവരോട് ആരോടെയും പറയില്ല. ഇവർ പിറ്റേന്ന പറഞ്ഞതെന്നറിയാം പോകുന്ന വഴി അത് ആശമാർക്കാണ് ഡൽഹി. ഇവിടുന്ന് ചുമ്മാ പട്ടിയെ കാണാൻ പോകുമ്പോൾ പോയിട്ട് വരാൻ പറ്റുമോ? നമ്മളെ മുറ്റത്ത് പറഞ്ഞാൽ പട്ടിയെ കല്ലെടുത്തെറിഞ്ഞാൽ അത് കുറച്ച് ദൂരം പോയിട്ട് വീണ്ടും വരും വിശക്കുമ്പോഴും. അതുപോലെ പുട്ടുംകടലേം തിന്നാൻ പോയത്, ഡൽഹി പോയതേ പുട്ടുംകടലേം തിന്നാൻ പോയത്. ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പോയത് എന്തെന്നറിയാമോ? ആശമാരുടെ ആവശ്യത്തിനാണ്. ഏത് ആശമാരുടെ ആവശ്യത്തിന്? അവിടെ പോയിട്ട് അവരെ വാതിൽ, അവരെ കാൽച്ചോടി ചെന്ന് കാണാൻ പറ്റുമോ? അവർ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് കാണാൻ പറ്റുമോ? ഈ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കേന്ദ്രത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ഡ്രസ്സ് കാണാൻ പറ്റുമോ? ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ഒരു മൂല കാണാൻ പറ്റും. എന്തിനാ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നത്? ഇവരെന്തിനാ? അതിന്റെ പേര് ദോഷം നിങ്ങളെപ്പോലുള്ള നല്ല മാന്യമായ ആൾക്കാർക്കാണ് അതിന്റെ പേര് ദോഷം. ഇവരൊരു പത്രപ്രവർത്തകയായിരുന്നതല്ലേ? ഇത്രയും ഉൾപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞാൽ കൂടിപ്പോയി. ഞങ്ങൾ നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. പറഞ്ഞതിലപ്പുറം ഇനി പറയാൻ എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഏതടിസ്ഥാനത്തിലാണ് പോയത്? ഇവിടെ ഉള്ളിൽ വേറെ എന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നു, ആ ഉദ്ദേശത്തിൽ പോയതാണ്. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയാമോ? നാട്ടുബോധ്യത്തിന് ആൾക്കാർക്ക് പൊതുജനങ്ങൾക്കും വേണ്ടി പേര് പറഞ്ഞത് പാവപ്പെട്ട ആശമാരുടെ പേര്. എന്തിനാ ആശമാരെ പറ്റി പറഞ്ഞ് ആശമാരെ പേര് പറഞ്ഞ് മുതലെടുക്കാൻ പോയത്? കാണാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു പേപ്പർ അവർ അംഗീകരിച്ചോ? നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരാഴ്ച കിടക്കാൻ പറയും, ഞങ്ങൾ ഇന്ന ദിവസം വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മളത് കണക്കാക്കിയിരിക്കും ഇല്ലേ? ഇപ്പോഴവിടെ നിയമസഭ കൂടുന്നിടത്ത് ചെന്ന് പരിസരത്ത് കയറാൻ പറ്റുമോ? ആ നിയമസഭയുടെ 7 അകലത്ത് പോകാൻ പറ്റുമോ? എന്തിനാ ഇവരിങ്ങനെ ഈ നാണം കെട്ട് ജീവിക്കുന്നത്? അവരെന്തായാലും ശക്തമായി തുടരും. ഞങ്ങൾ ശക്തമായി തുടരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവകാശം, ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ഞങ്ങൾ ആവശ്യപ്പെട്ടത് കിട്ടിയല്ലാതെ ഇവിടെ നിന്ന് മാറില്ല. മരിച്ചാലും ശരി തന്നെ മക്കളെ, എത്ര താമസിച്ച് തന്നാലും ശരി തന്നെ, മരിച്ചാലും ശരി ഞങ്ങൾ വാങ്ങിയിട്ടേ പോവുള്ളൂ. എന്തിനാ ഞങ്ങളെ ഈ പാവങ്ങളെ പറ്റി കള്ളം പറയണത്? ഇവർ ചേർത്ത് പിടിക്കണം. എവിടെ ചേർത്ത് പിടിക്കണം? ഒരിക്കൽ പറഞ്ഞ് ഇത് ആശമാരല്ല, യഥാർത്ഥ ആശമാരല്ലെന്ന് പറഞ്ഞു. ഒരിക്കൽ ഇപ്പം ആശമാർ അവർ ചേർത്ത് പിടിക്കണം. ഇവർ ചേർത്ത് പിടിക്കണം എന്തിനെന്നറിയാം? അപ്പോഴപ്പോഴും ഞെക്കിക്കൊല്ല, ഇങ്ങനെ ഞെക്കായി. BP ഷുഗർ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് സ്ട്രോക്ക് വരുമ്പോൾ കൈ പെട്ടെന്ന് മരവിക്കാതിരിക്കുക നമ്മളൊരു ബോൾ കൊടുക്കുമല്ലോ, അതുപോലെ ഇങ്ങനെ ഞെക്കായി ഈ ആശമാരുകൾ. അതിന് വേണ്ടിയാണ് ചേർത്ത് പിടിക്കണം. എന്തിനാണ് ഇത്? ആർക്കൊക്കെ ഈ നാണക്കേട് ഉണ്ടാക്കുന്നത്? ആശമാർക്ക് നാണക്കേടില്ല. ആശമാരിരിക്കുന്നത് യഥാർത്ഥ ആശമാർ അവകാശപ്പെട്ട അധ്വാനിച്ച കൂലിക്കൊന്നിരിക്കുന്നു. സർക്കാർ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കില്ല. ഞങ്ങൾക്ക് മുടക്കമുള്ളതെല്ലാം ഞങ്ങൾക്ക് അപ്പോൾ തന്നില്ലേന്ന്, ഞങ്ങൾക്ക് തന്നില്ലേന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്ക് എന്ത് തന്ന്? ഞങ്ങൾ ഇവിടെ വന്നൊരു ഘോരം വിളിച്ചാലേ 1 മാസത്തെ തരുള്ളൂ. അതും ഈ 1 മാസത്തെ ഈ ഓണറേറിയം തന്ന്
7000 തന്നാൽ പിന്നെ 3 മാസം കഴിയണം ഇൻസെൻറ്റീവ് വെത്തല്. ഇവർക്ക് എന്തുകൊണ്ട് ഇനിയെങ്കിലും ഇവർ ഇൻസെൻറ്റീവ് ഓണറെയോ ഒരുമിച്ച് അയക്കട്ടെ. ഒരുമിച്ച് അയക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവർ പറ കണക്കാണെന്നുണ്ടെങ്കിൽ 13 കിട്ടൂല. എനിക്ക് 2000 രൂപ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 7000 രൂപ ഓണറിന്, 2000 രൂപ കേന്ദ്രത്തിൽ നിന്ന് ഇൻസെൻറ്റീവ്, പിന്നെ കിട്ടുന്നത് ഒരു 500 തികച്ച് കിട്ടുമെന്നുള്ളത് അറിയില്ല. അതും വൈറ്റമിൻ ഒരു കുട്ടിക്ക് 20 രൂപ. ഇപ്പം മോളെ വീട്ടിൽ 10 മാസമായോടെ കുഞ്ഞുണ്ടെങ്കിൽ മോള് ഗർഭിണിയാകുമ്പോഴേ ഞങ്ങൾ വന്ന് രജിസ്റ്റർ ചെയ്ത്, അതും 3 മാസം കഴിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് കിട്ടില്ല. 3 മാസം ഒരു ദിവസമായി പോയാൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത മോളെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടില്ല. അത് പ്രൈവറ്റിലാണെങ്കിൽ ഞങ്ങൾക്ക് അതുമില്ല. 200 രൂപ. ഗവൺമെന്റിലാണ് പ്രസവിക്കുന്നത്, അവിടെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ പ്രസവിച്ച് കഴിയുമ്പോൾ 200 രൂപ കിട്ടണം. ആ 200 രൂപ എന്തിനെന്നറിയാമോ? മോളെ ഡിസ്ചാർജ് കാർഡ് വരെ കൊണ്ടുവന്ന് ഹാജരാക്കണം, എങ്കിലേ ഞങ്ങൾക്ക് അത്. ആ കുഞ്ഞ് 15 വയസ്സ് വരെ കറക്റ്റായിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അവരുടെ രോഷപ്രകടനം നടത്തുകയാണ്. തീർച്ചയായും ഈ 40-ാം ദിവസം നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടക്കും.